ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആര്യ സ്റ്റോറീസ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും സുഖമായിരിക്കുന്നു. ഇന്നൊരു ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ സ്പെഷ്യൽ ഡേ ഔട്ടാണ്. ഞാനും ചേട്ടനും മക്കളും കൂടിയിട്ടാണ് ഇന്ന് പുറത്തോട്ട് പോകാനായിട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ ആദ്യം പോകുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്ത് കുറവങ്കോണം ജംഗ്ഷനിലുള്ള അൽ താസയിലോട്ടാണ്. ഷവർമ്മയ്ക്ക് പേര് കേട്ടൊരു സ്ഥലമാണ് നമ്മുടെ അൽ താസ. പറയാൻ കാരണം ഞാൻ ഇവിടുത്തെ ഷവർമ്മ ഇതിന് മുന്നേ 2-3 പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ചേട്ടൻ വീട്ടിൽ വാങ്ങിക്കൊണ്ട് വന്നിട്ടാണ് ഞാൻ കഴിച്ചത്. പക്ഷേ ഈ ഷോപ്പിൽ വന്നിട്ട് കഴിച്ചത് ഇതാദ്യമായിട്ടാണ്. പക്ഷേ അത് വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആണ് ഗൈസ്. പറയാൻ കാരണം ഷവർമ്മ വീട്ടിൽ വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ എനിക്ക് ഈ ഒരു ഫീൽ സത്യമായിട്ടും കിട്ടിയിട്ടില്ലായിരുന്നു ഗൈസ്. കാരണം ഈ ഒരു ടേസ്റ്റും എനിക്ക് കുറവായിട്ടാണ് തോന്നുന്നത്. പക്ഷേ വന്നിരുന്ന് കഴിച്ചപ്പോഴുണ്ടല്ലോ ഗൈസ്, പറയാതിരിക്കാൻ വയ്യ, അടിപൊളിയായിരുന്നു. മസ്റ്റ് ട്രൈ ആണ് എന്ന് തന്നെ ഞാൻ പറയും. അങ്ങനെ ഞങ്ങൾ ഷവർമ്മയ്ക്കൊക്കെ ഓർഡർ ചെയ്തിട്ട് ഷവർമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. തുമ്പി അവിടുത്തെ ആംബിയൻസും ലൈറ്റും കുറേ കുഞ്ഞു കുഞ്ഞു ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഗൈസ് അതിൻ്റെ അകത്ത്. അപ്പോൾ തുമ്പി ആ ലൈറ്റൊക്കെ നോക്കിയിട്ട് നല്ലോണം ഹാപ്പി ആയിട്ട് സന്തോഷിച്ച് ചിരിച്ചൊക്കെ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കുഞ്ഞ് നമ്മൾ തുമ്പിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഏകദേശം ഒരു 10 മിനിറ്റോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഷവർമ്മയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷേ വെയിറ്റ് ചെയ്താലും നമുക്ക് കിട്ടിയ സാധനം അടിപൊളിയായിരുന്നു ഗൈസ്. വീണ്ടും വീണ്ടും എനിക്കത് പറയാതിരിക്കാൻ വയ്യ. എന്തായാലും നിങ്ങളൊന്ന് അൽ താസയിൽ പോയി അവിടെ ഇരുന്ന് തന്നെ ഒന്ന് ഷവർമ്മ കഴിക്കണം എന്ന് തന്നെ ഞാൻ പറയും. ഇതിനു മുമ്പേ ഞാൻ ഒരുപാട് ഷവർമ്മ കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു ടേസ്റ്റ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇവിടുത്തെ ഷവർമ്മേനെ ചേട്ടൻ വാങ്ങിക്കൊണ്ട് വന്നപ്പോഴും എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ ഇരുന്ന് കഴിച്ച ആ ഒരു ടേസ്റ്റ് കിട്ടിയില്ലായിരുന്നു. ഇതാണ് നമ്മുടെ അൽ താസയുടെ ആംബിയൻസ്. ഒരു നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു അതിൻ്റെ അകത്ത്. അവരുടെ ക്യാപ്ഷൻ എന്ന് പറയുന്നത് സേഫസ്റ്റ് ഷവർമ്മ ഇൻ ടൗൺ എന്നാണേ. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ഞങ്ങളെ ഷവർമ്മ എത്തിയിട്ടുണ്ട് ഗായ്സ്. അത് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞിയുടെ കൺട്രോൾ പോയിട്ട് കുഞ്ഞി അച്ഛനോട് പറയാനുണ്ട്, അച്ഛാ ഒന്ന് എടുത്ത് പൊട്ടിച്ച് തരുമോ, ഒന്ന് ഓപ്പൺ ചെയ്ത് തരുമോ എന്ന് പറയുന്നുണ്ട്. കുഞ്ഞിക്ക് ഒട്ടും വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയില്ല ഗൈസ്. അങ്ങനെ കുഞ്ഞി ഷവർമ്മ കഴിക്കാനായിട്ട് പോവുകയാണ്. പിന്നെ അടുത്ത് ചേട്ടൻ കഴിക്കുന്നുണ്ട്. ചേട്ടനും കഴിച്ചിട്ട് പറയുന്നുണ്ട് അടിപൊളിയാണെന്ന്. നമ്മൾ ഇതിനു മുന്നേ ഇവിടുത്തെ ഷവർമ്മ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ വന്നിരുന്ന് കഴിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ അവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അടുത്ത് ഞാനും കഴിക്കുന്നുണ്ട് ഗായ്സ്. പാവം എൻ്റെ തുമ്പി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തുമ്പിക്ക് ചോറ് കൊടുക്കാത്തത് കൊണ്ട് ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. ചോറ് കൊടുത്താലും നമ്മളിതൊന്നും ഇപ്പോൾ കൊടുക്കില്ല. എന്നാലും തുമ്പി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ അമ്മയും അച്ഛനും ചേച്ചി എന്താണോ ഈ കഴിക്കുന്നത് എനിക്ക് തരാതെയെന്ന്. അങ്ങനെ പരിഭവമൊക്കെ തുമ്പി പറഞ്ഞിട്ട് തുമ്പി ഇങ്ങനെ പുറത്തോട്ടൊക്കെ നോക്കി ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അവൾ ആസ്വദിക്കുകയാണ് ഗൈസ്. അവിടുത്തെ ആ ഒരു ആംബിയൻസ് തുമ്പി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ കളിപ്പിക്കുമ്പോഴത്തേക്കും തുമ്പി ചിരിക്കുന്നു. പോയിട്ട് അച്ഛനും ചേച്ചി അവിടെ ഇരുന്നുകൊണ്ട് ഓരോരോ ആക്ഷൻസ് കാണിക്കുന്നുണ്ട്. അങ്ങനെ നോക്കിയിട്ടാണ് തുമ്പി ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ തുമ്പിക്ക് ഈ ഡിസംബറിൽ 6 മന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് മന്ത് ജാനുവരിയിലൊക്കെ ആകുമ്പോഴത്തേക്കും തുമ്പിക്ക് ചോറ് കൊടുക്കും. അങ്ങനെ കുഞ്ഞ് സൂപ്പറാണെന്ന് പറയാനുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ കാവാലായുടെ ഒരു ചെറിയൊരു സ്റ്റെപ്പും കൂടെ കുഞ്ഞിൻ്റെ കൈയുടെ ആക്ഷനിൽ വന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് അൽ താസയോട് ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് ഗായ്സ്. നമ്മളവിടുന്ന് നേരെ മെല്ലെ മന്ദം നടന്ന് ഷോപ്പിൽ നിന്ന് ഇറങ്ങി അടുത്ത സ്ഥലത്തിലോട്ട് പോവുകയാണ്. അടുത്ത് നമ്മൾ പോകുന്നത് ഈ ഒരു റോഡ്, ഈ ഒരു ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമായിരിക്കും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്. ട്രിവാൻഡ്രംകാർക്ക് ഒന്നും മനസ്സിലാവാൻ ചാൻസ് ഉണ്ട്. വേറെ എങ്ങോട്ടല്ല, നമ്മൾ നേരെ ശംഖുമുഖത്തോടാണ് പോകുന്നത്. തുമ്പി അവിടുന്ന് കടയിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും വണ്ടിയിൽ കയറിയപ്പോഴത്തേക്കും എൻ്റെ കയ്യിലിരുന്ന് ഉറങ്ങി. അപ്പോൾ നല്ല ഉറക്കമാണ്. കുഞ്ഞി വണ്ടിയിൽ നിന്ന് ആക്ഷൻ കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങളിതാ ശംഖുമുഖത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 വീലറിലാണ് പോകുന്നത്. എൻ്റെ 2 വീലറിലാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ശംഖുമുഖത്തെത്തി. അവിടെ നമ്മുടെ ഹെലികോപ്റ്റർ അവിടെ നിന്ന് ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞിയുടെ ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ ഞങ്ങളത് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു ഗൈസ്. നമ്മൾ പോയ സമയത്ത് നല്ല തിരക്കായിരുന്നു. സൂചി കുത്താൻ സ്ഥലമില്ല എന്നൊക്കെ പറയും പോലെ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ ശംഖുമുഖം ബീച്ചിൻ്റെ അടുത്തോട്ട് പോയി. ബീച്ചിൻ്റെ അവിടെ എത്തി. ബീച്ചിൽ പോയിട്ട് ആദ്യമായിട്ടാണ് ഞാൻ കാല് നനയ്ക്കാതെ തിരിച്ച് വരുന്നത്. ബീച്ചിൽ പോയിട്ടുണ്ടെങ്കിൽ കാല് നനയ്ക്കാതെ കുറേ നേരം കാല് നനയ്ക്കാതെ ഞാൻ തിരിച്ച് വരത്തില്ല. കാരണം എനിക്ക്
അത്ര ഇഷ്ടമാണ് അവിടെ പോയി വെള്ളത്തിൽ കാലിട്ട് നനയ്ക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ തുമ്പി ഇപ്പോൾ ഉള്ളത് കാരണം ഞാനും തുമ്പിയും കൂടി കരയിൽ നിന്ന് നോക്കിയതേ ഉള്ളൂ. അച്ഛനും മോളും കൂടി ബീച്ചിൽ പോയി അവിടെ പോയി നോക്കുന്നുണ്ട്. ചേട്ടൻ തിരിഞ്ഞ് നോക്കുന്നുണ്ട്, ഞങ്ങളവിടെ ഉണ്ടോയെന്നായിരിക്കും ചേട്ടൻ തിരിഞ്ഞ് നോക്കുന്നത്. അങ്ങനെ അച്ഛനും മോളും കൂടി കുറച്ച് നേരം അവിടെയൊക്കെ നിന്നിട്ട് തിരിച്ച് വരുന്നുണ്ട്. കുഞ്ഞ് ഒരു വിധത്തിൽ തിരിച്ച് വരില്ല, പിന്നെ കുഞ്ഞെ വലിയ വിധേനയും ചേട്ടൻ തിരിച്ച് കൊണ്ട് വരണുണ്ട് അടുത്ത സ്ഥലത്ത് പോകണമെന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഇതാ അവർ തിരിച്ച് കയറി. നല്ല തിരക്കുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ബീച്ചിലൊക്കെ. അങ്ങനെ നമ്മളവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ അവിടുന്ന് നേരെ ബൈ പറഞ്ഞിട്ട് അടുത്ത് നമ്മളിതാ വെട്ടാടോട്ടാണ് പോകുന്നത്. വെട്ടാട് എത്തിയിട്ടുണ്ട് ഗായ്സ്. വെട്ടാട് ഉത്സവമാണല്ലോ നമ്മുടെ ക്രിസ്മസ് ആകുമ്പം. വളരെ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. അവിടുത്തെ ലൈറ്റും ഒക്കെ അടിപൊളിയായിരുന്നു. നമ്മൾ എല്ലാ വർഷം ക്രിസ്മസിനും അല്ലാതെ ഇടയ്ക്കൊക്കെ ഇതുപോലെ വെട്ടാട് വരാറുണ്ട്. എന്നാലും ക്രിസ്മസിനും ഈ ഉത്സവ സമയത്തേക്കാണ് ഇവിടെ ഇത്രയും ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. തുമ്പിയുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ലൈറ്റും ഒക്കെ. തുമ്പി അതുകൊണ്ട് നല്ല വലിയ സന്തോഷമായിട്ട് ഈ ലൈറ്റൊക്കെ കണ്ടിട്ട് നോക്കിയിരിപ്പുണ്ട്. പിന്നെ കുഞ്ഞി ഹാപ്പിയാണ്. കുഞ്ഞിക്കും ഈ ലൈറ്റും എവിടെയെങ്കിലും പുറത്തോട്ട് പോകണമെന്ന് പറയുമ്പോഴേ തുമ്പി ഹാപ്പിയാണ്. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ ഇത് എടുക്കുന്നുണ്ട്. അടിപൊളി ലൈറ്റ്സ് ആയിരുന്നു അവിടെയൊക്കെ. ഓരോ വർഷവും ഒരുപാട് ഭംഗിയോട് കൂടിയാണ് ഇവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവർ സെറ്റ് ചെയ്യുന്നത്. ഒരുപാട് ഭംഗിയുണ്ടായിരുന്നു. ഒരുപാട് ആളായിരുന്നു. ശംഖുമുഖത്തേക്കാളും ആളായിരുന്നു വെട്ടുകാട്. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ മോളെ നിർത്തി ഓരോരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഭയങ്കര തിരക്ക് കാരണം ഫോട്ടോസൊന്നും നേരാമണ്ണം എടുക്കാൻ പറ്റുന്നില്ല. എന്നാലും നമ്മളെക്കൊണ്ട് പറ്റും പോലെയുള്ള ഫോട്ടോസൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. അവിടുത്തെ പല നല്ല വ്യത്യസ്തമായിട്ടുള്ള ഓരോരോ ലൈറ്റ്സാണ് ഇതൊക്കെ. ഒരുപാട് നല്ല വെറൈറ്റി ഓഫ് ലൈറ്റ്സാണ് അവർ ഇപ്രാവശ്യം അവിടെ ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഒരുപാട് നല്ല രസത്തിലാണ് അവരിപ്പോൾ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളത് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഓരോ ഫോട്ടോസിന് ഓരോ പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുഞ്ഞെ ഇപ്പോൾ പഠിപ്പിക്കേണ്ട കാര്യമില്ല. നമ്മൾ പറയാതെ തന്നെ കുഞ്ഞ് ഓരോരോ പോസും സ്റ്റൈലിലൊക്കെ നിന്ന് തരും നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളതാ നടന്ന് ഐഗ്ലൂവിൻ്റെ അങ്ങോട്ട് പോകുന്നുണ്ട്. പക്ഷെ അവിടെ പോയപ്പോഴത്തേക്കും ഒരു ഫോട്ടോ എടുക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല ഗൈസ്. ഭയങ്കര തിരക്കായിരുന്നു. നമുക്ക് 4 പേർ കൂടി എടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ കുഞ്ഞിയെ നിർത്തി ഒരു ഫോട്ടോ എടുത്ത്. ആ സമയത്ത് ഞാൻ നമ്മൾ 4 പേരുടെയും കൂടെ വീഡിയോ ജസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല, കാരണം ഭയങ്കര തിരക്കായിരുന്നു. ഓരോരുത്തരായിട്ട് ഇങ്ങനെ മാറി വന്നുകൊണ്ടിരുന്നു. പിന്നെ കുഞ്ഞിയെ നിർത്തി കുഞ്ഞിയുടെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് അവിടുന്ന് ഇനിയും ഒരുപാട് ഫോട്ടോ എടുക്കാനൊക്കെ ഉണ്ട് ഗൈസ്. പക്ഷേ തുമ്പിക്ക് വിശന്ന് തുമ്പി ചെറുതായിട്ടൊന്ന് പിണങ്ങി തുടങ്ങിയായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ തുമ്പിക്ക് ഇത്തിരി പാലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് വീണ്ടും നടന്ന് തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ തുമ്പിക്ക് പാലൊക്കെ കൊടുത്തതിന് ശേഷം തുമ്പി വീണ്ടും ഒന്ന് ആക്റ്റീവായി. അങ്ങനെ നമ്മളിതാ തിരിച്ച് വെട്ടുകാട് ഈ ഷോപ്പിൻ്റെ അടുത്ത് ബൈ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. തുമ്പി ഞാനിങ്ങനെ പുറകെ വന്നാൽ കണ്ടിട്ട് തുമ്പി ഇങ്ങനെ എന്നെ നോക്കും. ചുറ്റും ലൈറ്റ്സൊക്കെ നോക്കി തുമ്പി നല്ല ഹാപ്പിയായിട്ട് ഇരിക്കുകയാണ് അച്ഛൻ്റെ കയ്യിൽ. നമ്മൾ ഇവിടുന്ന് ബൈ പറഞ്ഞ് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് പട്ടം പ്ലാമൂടുള്ള ജുൻഫി ബെനവിൽ അവിൽ മിൽക്ക് ഷോപ്പിലേക്കാണ്. അവിൽ മിൽക്കിന് പേര് കേട്ടൊരു ഷോപ്പാണ് കേട്ടോ ഇത്. 50+ വെറൈറ്റീസാണ് അവിടെ ഉള്ളത്. അങ്ങനെ കുഞ്ഞിക്ക് അവിൽ മിൽക്ക് വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് അവൾക്ക് ഞങ്ങളൊരു സ്ട്രോബെറി ഫ്ലേവറിൽ ഐസ്ക്രീം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അവൾക്ക് വാങ്ങിക്കൊടുത്തു. അതിനുശേഷം ചേട്ടൻ ഒരു സ്പാനിഷ് ഡിലൈറ്റിൻ്റെ അവിൽ മിൽക്കാണ് പറഞ്ഞത്. ഞാനൊരു അറേബ്യൻ ഡിലൈറ്റിൻ്റെയാണ് പറഞ്ഞത്. അങ്ങനെ ചേട്ടൻ സ്പാനിഷ് ഡിലൈറ്റിൻ്റെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ചേട്ടൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയുന്നുണ്ട് അടിപൊളിയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ എൻ്റെ കയ്യിൽ തുമ്പി ഇരുന്നതുകൊണ്ട് ചേട്ടൻ എനിക്കും തരുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കുഞ്ഞിയും കഴിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ ഓർഡർ ചെയ്ത അറേബ്യൻ ഡിലൈറ്റ് എത്തിയിട്ടുണ്ട്. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അവിൽ മിൽക്ക് പറയാതിരിക്കാൻ വയ്യ. ടേസ്റ്റിൻ്റെ കാര്യത്തിലായാലും ക്വാണ്ടിറ്റിയുടെ കാര്യത്തിലായാലും നമ്മൾ കൊടുക്കുന്ന കാശിന് വെർത്തായിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ പേഴ്സണലി എനിക്ക് സ്പാനിഷ് ഡിലൈറ്റിനേക്കാളും അറേബ്യൻ ഡിലൈറ്റിനേക്കാളും എനിക്കിഷ്ടപ്പെട്ടത് സ്പാനിഷ് ഡിലൈറ്റാണ്. ചേട്ടൻ ഓർഡർ ചെയ്ത സ്പാനിഷ് ഡിലൈറ്റാണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്.
അപ്പോൾ ഓക്കെ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ മറക്കരുതേ. ഓക്കെ, താങ്ക്